ഹലോ വെൽക്കം ബാക്ക് ടു ഐനസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു കസ്റ്റമൈസ്ഡ് ഡ്രസ്സാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കസ്റ്റമർ തന്നെ ഡയറക്റ്റ് നമുക്ക് മെറ്റീരിയലും കാര്യങ്ങളിലും എത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റമറുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഒരു ഷറാറയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാമിലി ഫങ്ഷൻ, ഐ മീൻ മാരേജിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തത്. ആൾക്ക് കുറച്ച് ഹൈറ്റ് കുറവാണെങ്കിലും നമ്മൾ ഷറാറ എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഫ്ലെയർ ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷറാറയുടെ പാൻറ്റിന് വേണ്ടിയിട്ട് ഷിഫോൺ ടൈപ്പായിരുന്നു മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിലാദ്യം നമ്മൾ ആ മെറ്റീരിയലിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. 4 മടക്കിയിട്ട് 2 സൈഡിനും വേണ്ടിയിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്ത് നമ്മളതിൻ്റെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്തി മാറ്റി വെച്ച ശേഷമാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് മെയിൻ ഫാബ്രിക്കിലേക്ക് വെക്കലാണ്. ഇത് നേരെ തിരിച്ചാണ് ചെയ്തത്. മെയിൻ ഫാബ്രിക്കിൽ ആദ്യം കട്ട് ചെയ്തെടുത്ത ശേഷം അതിനെയാണ് നമ്മൾ വീണ്ടും ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തത്. കാരണം ലൈനിങ് നമുക്ക് അറൗണ്ട് ഒരു 5 മീറ്റേഴ്സോളം വന്നിട്ടുണ്ടായിരുന്നു. ഷറാറേൻ്റെ പാൻറ്റിൻ്റെ അത് കട്ട് ചെയ്ത് ബാക്കിയുള്ള മെറ്റീരിയൽ വേണം നമുക്ക് ടോപ്പിനേക്കുള്ള ലൈനിങ്ങും ആക്കാൻ വേണ്ടിയിട്ട്. കാരണം രണ്ടും സെയിം കളർ തന്നെ വന്നതുകൊണ്ട് അവർ രണ്ടും കൂടി ഒരുമിച്ചാണ് എടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് മടക്കി എല്ലാം സെറ്റാക്കി വെച്ച ശേഷം മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വീണ്ടും നിവർത്തിയിട്ടിട്ട് അടയാളപ്പെടുത്തി കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. മുമ്പ് ചെയ്ത് ശീലമുള്ളത് കൊണ്ട് തന്നെ ഷറാറ ഒരുപാട് ചെയ്തത് കൊണ്ടും നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു മെറ്റീരിയലിലോ അല്ലെങ്കിൽ നമ്മളെ ഡിസൈനിലോ ഒന്നും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഓൾറെഡി ചെയ്ത് വന്ന ഒരു ഔട്ട്ഫിറ്റിൻ്റെ മോഡൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ കട്ടിങ്ങിനോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിനോ നമുക്ക് ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പം നേരെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പാൻറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും. കാരണം നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് വെട്ടി മാറ്റി വെക്കാണ്ട് പാൻറ്റിനുള്ളത് ആദ്യം തന്നെ വെട്ടിയ ശേഷം അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ക്രീപ്പ് ലൈനിങ് ആയിരുന്നു അതിൻ്റെ മെറ്റീരിയൽ ലൈനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അപ്പം മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും വിട്ടു പോവാതിരിക്കാൻ വേണ്ടി സിംഗിൾ ഒരു സ്റ്റിച്ച് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഫുൾ കവർ സ്റ്റിച്ചിങ് നമ്മൾ ചെയ്തെടുത്തത്. താഴ്വശത്ത് നമ്മളൊരു അംബ്രല്ല കട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ മെയിൻ മെറ്റീരിയലിൽ താഴ്വശം മറിച്ചടിക്കുമ്പോൾ ചെറിയൊരു എന്താ പറയുക ഒരു ബെൻഡിങ് കണക്ക് നമുക്ക് വരുന്നുണ്ടാകും. അപ്പോൾ ഇതുപോലെയായിരുന്നു നമ്മളെ പാൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വീതിയിലും കാര്യങ്ങളിലും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പാവാട കണക്ക്. അപ്പോൾ നമ്മളൊരു ചുളിവ് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അത് ഏത് ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്താണെങ്കിലും നമ്മൾ പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡ്രസ്സിൻ്റെ പെർഫെക്ഷൻ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സസ് ആയിട്ടുണ്ടായിരുന്ന ത്രെഡ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ അയൺ ചെയ്യുന്ന ടൈം ആയാലും അല്ലെങ്കിൽ നമ്മൾ മടക്കി വെക്കുന്ന ടൈം ആണെങ്കിലും നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കും. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ ഒരു അടിച്ചു കഴിഞ്ഞ ഔട്ട്ഫിറ്റിന് കുറച്ചുകൂടി ഒരു ഭംഗിയും കാര്യങ്ങളെല്ലാം കൂടുതൽ കിട്ടും. അപ്പം ആ ഒരു പാൻറ്റിൻ്റെ സെഷൻ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ഒരു ടോപ്പിലേക്ക് നമ്മൾ അളവ് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി അതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി രണ്ടും ഒരുമിച്ച് വച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ അടയാളപ്പെടുത്തിയത് ലൈനിങ്ങിലാണെങ്കിലും കട്ട് ചെയ്തെടുക്കുന്നത് രണ്ടും കൂടി ഒരുമിച്ചായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമായിരുന്നു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായത്. അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ നമ്മൾ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്ലെയിനായിട്ട് തന്നെ മതിയെന്ന് കസ്റ്റമർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയ്യിൽ ലൈനിങ് വേണ്ട, ബാക്കിയൊക്കെ ലൈനിങ് വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 5 സ്ലീവ് ആയിട്ടായിരുന്നു ഹാൻഡും വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബാക്കിലൊരു കെട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കെട്ടിന് വേണ്ടിയിട്ടും നമ്മൾ ആ ഒരു ഫാബ്രിക്കിൽ ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ അടിമറിച്ചിടാനും കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ലൈനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു കെട്ടിന് വേണ്ടിയിട്ട്
സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലീവിലാണെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികം വലിയൊരു വീഡിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് വന്നിട്ട് റെക്റ്റാങ്കിൾ ടൈപ്പും ബാക്ക് നെക്ക് വന്നിട്ട് ഒരു ചെറിയൊരു റൗണ്ട് നെക്ക് കണക്കിയായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്ക് നെക്കിൻ്റെ സൈഡിലാണ് നമ്മൾ ആ ഒരു കെട്ട് കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തത്. ആദ്യം തന്നെ അതൊന്ന് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പിന്ന് വെച്ചിട്ട് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അതിൻ്റെ ലൈനിങ് കാര്യങ്ങളൊക്കെ വച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം അതിനെ മൊത്തത്തിൽ നമ്മളതിൻ്റെ ഷോൾഡർ കാര്യങ്ങൾ നോർമലി നമ്മൾ എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അടിമറിച്ചിടുമ്പം ഇതുപോലെ ചെറിയ ചെറിയ നോച്ചസ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം ആ ഒരു ചുളിവോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയൊരു നോച്ചസ് ഇടുന്നത്. ഞാൻ നോർമലി 2 രീതിയിലാണ് ഷോൾഡർ ചെയ്യുന്നത്. ഒന്നുകിൽ ഇതുപോലെ നിവർത്തി വെച്ചിട്ട്, അതല്ലെങ്കിൽ നല്ല വശം ചേർത്ത് വെച്ച് നമ്മൾ ലൈനിങ്ങും വരുന്ന രീതിയിൽ മറിച്ച് വെച്ച് ജസ്റ്റ് ഒരു എന്താ പറയുക ഷോൾഡറിൻ്റെ ആ ഒരു വീതി വരുന്ന രീതിയിൽ മാത്രമായിട്ട് മടക്കി വെച്ചിട്ടും ചെയ്യാറുണ്ട്. 2 ടൈപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു എഡ്ജസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തതും അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്തതും. സ്ലീവിൽ നമ്മൾ ലൈനിങ് കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 സ്ലീവും നമ്മൾ അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഷറാറേൻ്റെ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡിൽ ചെറിയൊരു ടക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിച്ച് അവസാനമാവാൻ പോയപ്പോഴേക്കും നമ്മൾ നൂല് തീർന്നു. പിന്നീട് എടുത്ത നൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നും ഇടയിലുള്ളൊരു നൂലായിരുന്നു. അതായത് സെയിം കളറാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ലൈറ്റ് വേർഷനും അതുപോലെ തന്നെ ഡാർക്കർ വേർഷനും. പക്ഷെ നമ്മളത് ഏകദേശം തീരാറായതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ ആ ഒരു ഡ്രസ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നൂല് മാറിയതോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തിരിയുന്നുണ്ടായിരുന്നില്ല. ഇതായിരുന്നു അതിൻ്റെ ഒരു ഫൈനലി വരുന്ന ഒരു ലുക്ക് കാര്യങ്ങൾ. ഷോർട്ട് കുർത്തി കണക്ക് നമ്മൾ ഷറാറേൻ്റെ ടോപ്പ് വന്നിട്ടുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു ഷറാറേൻ്റെ പാൻറ്റ് തന്നെയായിരുന്നു. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞെറിവ് വരുന്ന രീതിയിൽ വേണ്ട, പ്ലെയിൻ ആയിട്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പാവാട കണക്ക് നിൽക്കണം എന്ന് മാത്രമാണ് കസ്റ്റമർ പറഞ്ഞത്. നമുക്ക് 2 തരം ഷറാറ നമുക്ക് തയ്ക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നീ ലെങ്ത്തുനിന്ന് താഴോട്ട് നമുക്ക് ഞൊറിവിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ തയ്ക്കാം. സാധാരണ അത് കിഡ്സിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ്. വലിയവർക്കാകുമ്പം പ്ലെയിൻ ആയിട്ട് തന്നെ പലാസോ പ്ലെയിൻ ആയിട്ട് വരുന്ന രീതിയിൽ കുറച്ചുകൂടി ഒരു വീതി വരുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കസ്റ്റമർ ഫൈനലി ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയ ഒരു റിസൾട്ടാണ് ഇത് വന്നിട്ട്. കസ്റ്റമർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു, ബൈ.